പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിയാണ് ഇസ്രായേലിലെ അതീവ സുരക്ഷാ മേഖലയായ ഡിമോണയിലെ ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത്. ഇസ്രായേലിലെ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഡിമോണ. ഇറാനിലെ നതാൻസിൽ നടത്തിയ ആക്രമണത്തിന് പകരം എന്നോണമാണ് ഇറാന്റെ മിസൈലുകൾ ഡിമോണയിൽ എത്തിയത്. ഇസ്രായേലിന്റെ ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ഡിമോണ. കേന്ദ്രം സുരക്ഷിതമാണെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇറാൻ മിസൈലുകളെ തടുക്കാൻ സാധിച്ചിട്ടില്ല. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഇന്ത്യൻ വംശജരായ ജൂതരാണ് ഇവിടുത്തെ താമസക്കാരിൽ ഏറെയും. ഏകദേശം 7500 ജൂതർ ഇവിടെ താമസിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഹീബ്രു ഭാഷയ്ക്കൊപ്പം മറാഠിയും സ്വാഭാവികമായി സംസാരിക്കുന്ന ഡിമോണയിൽ സോൻ പാപ്ടി, ഗുലാബ് ജാമുൻ, അതുപോലെ ഭോൽപൂരി എന്നിവ വിൽക്കുന്ന ഒട്ടേറെ തെരുവ് കച്ചവടക്കാരുണ്ട്. ക്രിക്കറ്റിനും ഇന്ത്യൻ സിനിമയ്ക്കും സംഗീതത്തിനും അവിടെ ഒട്ടേറെ ആരാധകരുണ്ട്. ഇവിടെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഡിമോണ ലക്ഷ്യമാക്കി വന്ന മിസൈൽ തടയാനാകാത്തത് ഇസ്രായേലിന്റെ സൈനിക സംവിധാനങ്ങൾക്ക് തിരിച്ചടിയായി. രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നാണ് ഡിമോണ. റഡാർ സംവിധാനങ്ങൾ, ഇന്റർസെപ്റ്റർ തുടങ്ങി ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ അവിടെയുണ്ട്. അതിനെ മറികടന്ന് ഇറാന്റെ മിസൈൽ ഡിമോണയിൽ പതിച്ചതാണ് സൈന്യത്തെയും ഭരണകൂടത്തെയും അസ്വസ്ഥമാക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും വീഴ്ച സംഭവിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. അവിടുത്തെ ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം ബങ്കറുകളിൽ സുരക്ഷിതരായിരുന്നു. അതുകൊണ്ട് തന്നെ ആക്രമണത്തിൽ ഇതുവരെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷെൽട്ടറുകളിലേക്ക് മാറുന്നതിനിടയിലാണ് പലർക്കും പരിക്കേറ്റത്. ഇസ്രായേലിന്റെ ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ഡിമോണ. അതിനാലാണ് ഇറാൻ ഈ നഗരത്തെ ലക്ഷ്യമിട്ടത്. ഡിമോണയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആണവ ഗവേഷണ കേന്ദ്രത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചതായി അറിവില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വ്യക്തമാക്കി. ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണശാല US കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരുന്നു. ഇതിന് തിരിച്ചടിയായിട്ടാണ് ഡിമോണയെ ആക്രമിച്ചത്. ഇന്ത്യൻ വംശജരായ ജൂത സമൂഹം ഡിമോണയുടെ ജനസംഖ്യയുടെ ഏകദേശം 30% വരും. ഡിമോണയുടെ ഇന്ത്യൻ വേരുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1948 ഇസ്രായേൽ സ്ഥാപിതമായതിനു ശേഷം ആയിരക്കണക്കിന് ആളുകളാണ് അവിടേക്ക് കുടിയേറിയത്. ഒരു സൈനിക താവളം ആക്രമിക്കുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങളും സന്ദേശവുമാണ് ഡിമോണ ലക്ഷ്യമിട്ടതിലൂടെ ഇറാൻ നൽകുന്നത്. തെക്കൻ നഗരമായ ഡിമോണയുടെ പ്രാന്തപ്രദേശത്തുള്ള ഷിമോൺ പെരസ് നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഇസ്രായേലിന്റെ അണുമുന്നേറ്റങ്ങളുടെ ഈറ്റില്ലമായാണ് കരുതപ്പെടുന്നത്. ഇസ്രായേലിന്റെ വിഖ്യാതമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് മിസൈൽ ഡിമോണയിൽ പതിച്ചു എന്നത് KDF, അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമായ നഥാൻസിന് നേരെയുണ്ടായ ആക്രമണത്തിനുള്ള പ്രതികാരമാണിതെന്ന് ടെഹ്റാൻ വ്യക്തമാക്കി. സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാൻ ഇരു രാജ്യങ്ങളും പരമാവധി സംയമനം പാലിക്കണമെന്ന് IAEA ആവശ്യപ്പെട്ടു. ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്ന് കരുതപ്പെട്ടിരുന്ന കാലം കഴിഞ്ഞുവെന്നും ഏത് നിമിഷവും തകർക്കാവുന്ന ദൂരപരിധിയിലാണ് തങ്ങളെന്നും ഇറാൻ ഈ നീക്കത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ്.